ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഗാപ്പെ ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചില പ്രാർത്ഥനകളൊക്കെ നമ്മൾ കണ്ണുനീരിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ എണീറ്റിരുന്ന് കണ്ണുനീരോട് ദൈവസന്നിധിയിൽ പറയുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ വ്യാപ്തിയോ നമ്മുടെ കണ്ണുനീരിന്റെ വിലയോ ഒന്നും നമ്മുടെ ചുറ്റുമുള്ളവർ അറിയുന്നില്ലായിരിക്കാം, നമ്മുടെ കൂട്ടുകാരറിയുന്നില്ല, മാതാപിതാക്കൾ അറിയുന്നില്ല, നമ്മുടെ ജീവിത പങ്കാളികൾ അറിയുന്നില്ലായിരിക്കാം. നാം പലപ്പോഴും ഉള്ളിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്റെ ദൈവമേ, എന്റെ കണ്ണുനീര് നീ കാണുന്നില്ലേ, എനിക്കൊരു മറുപടി ഇല്ലേ എന്ന്. പക്ഷേ നമ്മുടെ കണ്ണുനീര് കാണുന്ന, നമ്മുടെ കണ്ണുനീർ തുരുത്തിയിൽ ശേഖരിച്ചു വെച്ച് നമുക്കതിന് തക്ക സമയത്ത് മറുപടി നൽകുന്ന ഒരു വലിയ ദൈവം സ്വർഗത്തിലുണ്ട്. നമുക്കിന്ന് അല്പസമയം നമ്മുടെ കണ്ണുനീരിന് മറുപടി നൽകുന്ന ദൈവത്തെ കുറിച്ച് സംസാരിക്കാം. തീർച്ചയായിട്ടും ജോലി, നമ്മൾ വചനത്തെ നോക്കിയാൽ കണ്ണുനീരോടെ വിതയ്ക്കുന്ന ആർപ്പോടെ കൊയ്യുന്ന വചനം നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഇന്ന് കരയുന്ന കണ്ണുനീര്, നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ വേദനകൾ നമ്മൾ ദൈവസന്നിധിയിൽ അറിയിക്കുമ്പോൾ കർത്താവ് നമുക്ക് മറുപടി നൽകുന്നത് ഒരു ആർപ്പിന്റെ, ഒരു ജയത്തിന്റെ, ഒരു ഘോഷത്തിന്റെ, ഒരു വിടുതലിന്റെ ഒരു സമയം നമുക്ക് ദൈവം തരുന്നുണ്ട്. അത് വെച്ചിട്ടുണ്ട് വചനത്തിലുടനീളം നോക്കിയ അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കണ്ണുനീരോട് പ്രാർത്ഥിച്ചവർക്ക് ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുത്തത്. അതിന്റെ ഉദാഹരണമായി നമുക്ക് ഹാഗാറിനെ പറ്റി നമുക്ക് ഇന്നൊന്ന് സംസാരിക്കാം. അതായത് അബ്രഹാമിന് ഒരു തലമുറ ലഭിക്കാതിരിക്കുമ്പോൾ സാറ ഹാഗാർ എന്നൊരു സ്ത്രീയോട് അപേക്ഷിക്കുകയാണ്, എന്റെ ഭർത്താവിന് നീ ഒരു കുഞ്ഞിനെ നൽകണമെന്ന്. അങ്ങനെ അവർക്ക് ഇശ്മായേൽ എന്നൊരു തലമുറയെ ദൈവം നൽകുന്നുണ്ട്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഇസഹാക്ക് എന്ന തലമുറയെ അവർക്ക് ലഭിക്കുമ്പോൾ ഹാഗാറിനെ അവർ പുറന്തള്ളുകയാണ്, മരുഭൂമിയിലേക്ക് യാത്ര അയക്കുകയാണ്. നീ പൊയ്ക്കോ. അവർക്കൊരു ഒന്നുമില്ല, അവർക്ക് വേണ്ടി ഇനി ചോദിക്കാനും പറയാനും ആരുമില്ല, അവർക്കൊരു ആവശ്യം പറയാൻ ആരുമില്ല. പക്ഷെ മരുഭൂമിയുടെ യാത്രയുടെ ഇടയിൽ വെച്ച് കുഞ്ഞിന് ദാഹിക്കുന്നു, കയ്യിലുള്ളതെല്ലാം തീർന്നു പോകുന്നു. ഹാഗാർ കണ്ണുനീരോട് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്ന ഒരു സമയം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അന്ന് അവിടെ ഒരു ഉറവ തുറക്കപ്പെടുന്നുണ്ട്, അല്ലെ? അന്ന് തുറന്നൊരു ഉറവയാണ് ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ആ രാജ്യങ്ങളിലൊന്നും വറ്റിപ്പോകാത്തൊരു സമൃദ്ധി ദൈവം നൽകിയിരിക്കുന്നത്. അതായത് വിശ്വസ്തനായ ഒരു ദൈവം, നീ കണ്ണുനീരോട് ഒരു വിഷയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ കർത്താവ് ഒരു അത്ഭുത പ്രവൃത്തിയോടെ ചെയ്യുവാനിടയാവും. ആ കണ്ണുനീരിൽ ചിലപ്പോൾ ഹാഗാർ വിചാരിച്ചിട്ടുണ്ടാവും, ദൈവമേ ആരും ഇല്ലല്ലോ എനിക്ക്. പക്ഷെ നമുക്ക് വചനം പറയുന്നുണ്ട്, ദൈവം വിശ്വസ്തൻ, ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ള കർത്താവാണ്. നിന്റെ കണ്ണുനീരിന് ദൈവം മറുപടി അയക്കാൻ വിശ്വസ്തനാണ്. അതെ, അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച അല്ലെങ്കിൽ കണ്ണുനീരോട് ദൈവസന്നിധിയിൽ പറയുന്ന വിഷയങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല മറുപടി ലഭിക്കുന്നത്. അതിനുദാഹരണമായി പറയുകയാണെങ്കിൽ ദാവീദ് രാജാവ് ഒരു ഇടയ ബാലനായിട്ട് തന്റെ ജീവിതം തുടങ്ങിയതിനു ശേഷം ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി മാറുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് ഇത്രയും എത്തിയത് ദാവീദിന്റെ പ്രാർത്ഥനയും കണ്ണുനീരും മാത്രമാണ്. പക്ഷെ ബേത്ശേബയിൽ ദാവീദിന് ഒരു കുഞ്ഞ് ലഭിക്കുന്നു. പക്ഷെ ആ കുഞ്ഞ് മരിച്ചു പോകുന്നു. പക്ഷെ ആ കുഞ്ഞ് മരിക്കാതിരിക്കാൻ വേണ്ടി ദാവീദ് രട്ടിലും വെണ്ണീറിലും ഇരുന്ന് കരഞ്ഞു ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ദാവീദ് ഉദ്ദേശിച്ചൊരു മറുപടി അല്ല ലഭിച്ചത്, കുഞ്ഞ് നഷ്ടമായി പോയി. പക്ഷെ ആ പ്രാർത്ഥനയുടെയും കണ്ണുനീരിന്റെ അനുഭവത്തിന് ശേഷം ഒരു ബലത്തോടു കൂടിയാണ് ദാവീദ് എഴുന്നേൽക്കുന്നത്. അപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ലെങ്കിലും നമ്മുടെ കണ്ണുനീരിന് മറുപടി ലഭിക്കുന്നത്. പക്ഷെ ദൈവം പറയുന്നു, ഒരു ബലം ഞാൻ നിനക്ക് തരും, ആ ബലത്തോടു കൂടി പോയാൽ മതി എന്ന് പറയും. അതോടൊപ്പം തന്നെ എനിക്ക് മനസ്സിലോട്ട് വന്ന ഒരാളാണ് പൗലോസ്. പൗലോസിന് തുല്യം പറയാൻ ആരുമില്ല, അത്രയ്ക്ക് ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് പൗലോസ് എന്ന് പറയുന്നത്. പൗലോസ് കരയാത്ത ആളല്ല, പ്രാർത്ഥിക്കാത്ത ആളല്ല, എങ്കിൽ പോലും പൗലോസ് പറയുന്നുണ്ട്, എന്റെ ജഡത്തിൽ എനിക്കൊരു ശൂലമുണ്ട്, അത് മാറിപ്പോകാൻ തീർച്ചയായിട്ടും പൗലോസ് പ്രാർത്ഥിച്ചു കാണുന്നത് അല്ലെ. പക്ഷെ പൗലോസിന്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോയില്ല. പക്ഷെ ദൈവം അതിന് കൊടുത്ത മറുപടി എന്താ? എന്റെ കൃപ നിനക്ക് മതി. അപ്പം ചില ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം അതിന്റെ മറുപടിക്ക് വേണ്ടി. പക്ഷേ ദൈവം തരുന്ന മറുപടി ഇതാണ്, എന്റെ കൃപ മതി നിനക്ക്. നിനക്ക് ആ പ്രശ്നം നേരിടാൻ, അല്ലെ ആ പ്രതിസന്ധി കടന്നു പോകാൻ, നിന്റെ ഭാരങ്ങൾ മാറാനുള്ള കൃപ ഞാൻ നിനക്ക് തരും. ആ കൃപയോട് കൂടി നീ ജീവിക്കുക, അല്ലെ? അപ്പം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദൈവം അതിനെല്ലാം മറുപടികളും വാതിലുകളും വഴികളും ഒക്കെ തുറക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ കണ്ണുനീരിന്റെ അവസ്ഥയിൽ കൂടെ, വേദനയുടെ അവസ്ഥയിൽ കൂടെ, ഞരക്കത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവ് നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി അയക്കും. തീർച്ചയായും നിന്റെ കണ്ണുനീരിന്റെ ഒരു മറുപടി ഉണ്ട്. നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം നിന്റെ മധ്യത്തിലുണ്ട്, അവന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അതുപോലെ തന്നെ നിന്റെ കണ്ണുനീരിനെ അവൻ തുരുത്തിൽ ശേഖരിച്ചു വെക്കുന്നുണ്ട്. അതിനൊരു പ്രതിഫലമുണ്ട്. അവന്റെ പുസ്തകത്തിൽ അവനെ
എഴുതി വെക്കുന്നുണ്ട്. ഈ കണ്ണുനീരിന്റെ ദൈവം ഒരു മറുപടി അയക്കും തീർച്ചയായും. പിന്നെ ഇപ്പൊ ജൂഹി പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നമ്മൾ ഉദ്ദേശിച്ച നിലയിലല്ല മറുപടി ലഭിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് മാത്രമേ അതിന് കഴിയത്തുള്ളൂ. നിന്നെ ദൈവം അതിനു വേണ്ടി ഒന്ന് ഒരുക്കുകയാണ്. ചിലപ്പോൾ ആ കണ്ണുനീരിന്റെ മറുപടി നീ ഉദ്ദേശിക്കുന്ന നിലകളിലല്ല എങ്കിലും ഒരു മാന്യത നിന്നെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു അവസാനമായ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, നമ്മൾ പലപ്പോഴും ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ചില വിജയത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നുണ്ടെങ്കിൽ നീ പണ്ട് കരഞ്ഞതിന്റെ അല്ലേ കുഞ്ഞെ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്